അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ ലൂക്കാസ്. എന്താ ഒരു മൂഡ് ഓഫ്? ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്, അതാ തോന്നുന്നു. ഈസ്ട്രജന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചിലിന്റെ പ്രധാന കാരണം. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡിയാലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 12 തിങ്കളാഴ്ച. അമേരിക്ക ചൈന വ്യാപാര യുദ്ധത്തിന് അന്ത്യം കുറിച്ച് തീരുവയിൽ തീരുമാനം. 90 ദിവസത്തേക്ക് പകരച്ചുങ്കം പിൻവലിക്കാൻ ധാരണയായതായി ഇരു രാജ്യങ്ങളും വ്യക്തമാക്കി. സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ നടന്ന വ്യാപാര ചർച്ചകൾക്ക് ശേഷമാണ് പ്രഖ്യാപനം. കരാർ പ്രകാരം ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് മേലുള്ള തീരുവ 145% നിന്ന് 30%, US-ഉം അമേരിക്കൻ ഇറക്കുമതിക്ക് മേലുള്ള തീരുവ 125% നിന്ന് 10% ചൈനയും വെട്ടിക്കുറയ്ക്കുമെന്ന് സംയുക്ത പ്രസ്താവനയിൽ പറയുന്നു. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ വധിച്ച ഭീകരരുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്ത പാകിസ്ഥാന്റെ സൈനിക ഉദ്യോഗസ്ഥരുടെ പേര് പുറത്തുവിട്ട് ഇന്ത്യ. ലഫ്റ്റനന്റ് ജനറൽ ഫയാസ് ഹുസൈൻ, മേജർ ജനറൽ റാവു ഇമ്രാൻ, ബ്രിഗേഡിയർ മുഹമ്മദ് ഫുർഖാൻ എന്നീ സൈനിക ഉദ്യോഗസ്ഥർ ഭീകരരുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തുവെന്ന് ഇന്ത്യ വ്യക്തമാക്കി. ഉസ്മാൻ അൻവർ, ഷുഹൈബ് അഹമ്മദ് എന്നീ ജനപ്രതിനിധികളും ഈ ചടങ്ങുകളിൽ പങ്കെടുത്തു. സൈനിക ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം പാകിസ്ഥാൻ നിഷേധിച്ചിരുന്നു. ഇന്ത്യ പാക് വെടിനിർത്തൽ വന്നതോടെ പഞ്ചാബിലെ പത്താൻകോട്ടിൽ ജനജീവിതം സാധാരണ നിലയിലേക്ക്. സമാധാനപരമായ രാത്രിക്ക് ശേഷം പത്താൻകോട്ടിൽ ഇന്ന് വിപണിയടക്കം സജീവമാകുന്നതിന്റെ ദൃശ്യങ്ങൾ വാർത്താ ഏജൻസിയായ ANI പുറത്തുവിട്ടു. ആളുകളും വാഹനങ്ങളും നിരത്തിൽ കാണാം. രാജ്യാന്തര അതിർത്തിയോട് ചേർന്ന് ജമ്മു ആൻഡ് കാശ്മീരിലും മറ്റ് പ്രദേശങ്ങളിലും ഇന്നലെ രാത്രി പൊതുവെ സമാധാനപരമായിരുന്നു. അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതിർത്തി പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ നടത്തിയ ഷെല്ലിങ്ങിനെ തുടർന്ന് വീടുകൾ വിട്ടുവന്ന് ക്യാമ്പുകളിൽ കഴിയുന്നവർ തൽക്കാലം മടങ്ങേണ്ടെന്ന് ജമ്മു കാശ്മീർ സർക്കാർ. ഇന്നലെ രാത്രി അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് കരസേനയുടെ അറിയിപ്പ്. അന്താരാഷ്ട്ര അതിർത്തികളടക്കം സ്ഥിതിഗതികൾ ശാന്തമാണ്. ജമ്മുവിൽ വിവിധയിടങ്ങളിൽ സൈന്യത്തിന്റെ പരിശോധന തുടരുന്നു. എന്നിരുന്നാലും പെട്ടെന്ന് തന്നെ മടങ്ങേണ്ടതില്ലെന്നാണ് ജനങ്ങൾക്ക് ജമ്മു സർക്കാരിന്റെ നിർദ്ദേശം. ഓപ്പറേഷൻ സിന്ദൂർ വൻ വിജയമെന്ന് BJP. ഭീകരർക്ക് തക്ക മറുപടി നൽകിയെന്ന് BJP വക്താവ് സംബിത് പത്ര പറഞ്ഞു. സേനകൾ നടത്തിയത് സമാനതകളില്ലാത്ത പോരാട്ടമാണ്. ഭീകരർക്ക് പ്രധാനമന്ത്രി മോദി ശക്തമായ താക്കീത് നൽകിയിരിക്കുന്നു. വാഗ അട്ടാരി അതിർത്തി അടച്ചതോടെ പാകിസ്ഥാനിലെ വ്യാപാര മേഖല തകർന്നെന്നും പാകിസ്ഥാൻ ഒറ്റപ്പെട്ടിരിക്കുന്നുവെന്നും സിന്ധു നദീജല കരാർ റദ്ദാക്കിയതോടെ പാകിസ്ഥാന് തിരിച്ചടികൾ കിട്ടിയിരിക്കുന്നുവെന്നും പാകിസ്ഥാന്റെ GDP ഇടിഞ്ഞുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യുദ്ധം ഒരു റൊമാന്റിക് ബോളിവുഡ് സിനിമയല്ലെന്ന് മുൻ കരസേന മേധാവി MM നരവനെ. വിക്രം മിശ്രയ്ക്ക് നേരെയുള്ള സൈബർ ആക്രമണത്തെയും യുദ്ധം വേണമെന്നുള്ള മുറവിളിയെയും വിമർശിച്ചുകൊണ്ടായിരുന്നു മുൻ കരസേന മേധാവി MM നരവനെയുടെ പ്രതികരണം. നമ്മുടെ മേൽ യുദ്ധം കെട്ടിയേൽപ്പിക്കുന്നത് ബുദ്ധിയില്ലാത്ത പലരുമാണെന്നും പക്ഷേ അതിനുവേണ്ടി മുറവിളി കൂട്ടുന്നത് ശരിയല്ലെന്നും ചെയ്യരുതെന്നും നരവനെ പറഞ്ഞു. കുറഞ്ഞത് 10 ഇന്ത്യൻ കൃത്രിമ ഉപഗ്രഹങ്ങളെങ്കിലും രാജ്യസുരക്ഷയ്ക്കായി 24 മണിക്കൂറും കൺതുറന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ISRO ചെയർമാൻ ഡോക്ടർ V നാരായണൻ. രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇവയുടെ പ്രവർത്തനം അനിവാര്യമാണെന്ന് അദ്ദേഹം വിശദീകരിച്ചു. ഇംഫാലിൽ കേന്ദ്ര അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ 5ാം കോൺവക്കേഷനിൽ സംസാരിക്കുകയായിരുന്നു ISRO ചെയർമാൻ. സംസ്ഥാനത്തെ ത്രിതല പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കുമായി 213.43 കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ. ഈ സാമ്പത്തിക വർഷത്തെ ജനറൽ പർപ്പസ് ഗ്രാന്റിന്റെ 2ാം ഗഡുവാണ് അനുവദിച്ചത്. ഗുരുതര ആരോപണങ്ങൾ നേരിട്ട ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിന് ക്ലീൻ ചീറ്റ് നൽകിയ വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ. ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കോടതി അന്ത്യശാസനം നൽകിയിരുന്നു. ഇതോടെയാണ് റിപ്പോർട്ട് കോടതിയിലെത്തിയത്. PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ അജിത് കുമാറിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കുമെതിരെ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് വിജിലൻസിന്റെ നടപടി. വഞ്ചിയൂർ കോടതിയിൽ വീണ്ടും ബോംബ് ഭീഷണി. 2 മണിക്ക് ബോംബ് പൊട്ടുമെന്നാണ് സന്ദേശം. കോടതിയുടെ ഔദ്യോഗിക മെയിലിലാണ് ഭീഷണി സന്ദേശം എത്തിയത്. ബോംബ് സ്ക്വാഡ് അടക്കം സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. വഞ്ചിയൂർ കോടതിയിൽ നേരത്തെയും സമാനമായ രീതിയിൽ ബോംബ് ഭീഷണി എത്തിയിരുന്നു.
കാസർഗോഡ് തലപ്പാടി മുതൽ തിരുവനന്തപുരം വരെയുള്ള ദേശീയപാത വികസനത്തിനായി സംസ്ഥാന സർക്കാർ ചെലവാക്കിയ 5600 കോടി രൂപയുടെ UDF സർക്കാരിന്റെ കെടുകാര്യസ്ഥതയുടെ പിഴയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. LDF സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് എല്ലാ ജില്ലകളിലും സംഘടിപ്പിക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ ഭാഗമായി കണ്ണൂരിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. നന്ദൻകോട് കൂട്ടക്കൊലപാതക കേസിൽ പ്രതി കേതൽ ജിൻസൺ രാജ കുറ്റക്കാരനെന്ന് കോടതി. ശിക്ഷാവിധിയിൽ വാദം നാളെ നടത്തുമെന്നും കോടതി അറിയിച്ചു. അച്ഛനെയും അമ്മയെയും സഹോദരിയെയും ബന്ധുവായ സ്ത്രീയെയും മഴുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തി കത്തിച്ച കേസിലെ ഏക പ്രതിയാണ് കേതൽ ജിൻസൺ രാജ. 2017 ഏപ്രിൽ 5-നാണ് അച്ഛൻ പ്രൊഫസർ രാജ തങ്കം, അമ്മ ഡോക്ടർ ജീവൻ പത്മം, സഹോദരി കരോളിൻ, ബന്ധുവായ ലളിത എന്നിവരെ കേതൽ കൊലപ്പെടുത്തിയത്. 1ാം ക്ലാസ് പ്രവേശനത്തിന് എൻട്രൻസ് പരീക്ഷ നടത്തുന്നത് അനുവദിക്കില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. PTA അനധികൃത പിരിവും അനുവദിക്കില്ല. ഇത്തരം സ്കൂളുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. +1 പ്രവേശനത്തിന് യാതൊരു തരത്തിലുള്ള ക്രമക്കേടുകളും അനുവദിക്കില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. INS വികാന്തയുടെ വിവരങ്ങൾ തേടി കൊച്ചി നാവികസേന ആസ്ഥാനത്ത് ലഭിച്ച വ്യാജ ഫോൺ കോളിൽ കസ്റ്റഡിയിലായ ആൾ കോഴിക്കോട് സ്വദേശിയായ മുജീബിനെയാണ് കസ്റ്റഡിയിലെടുത്തത്. മുജീബിനെ ചോദ്യം ചെയ്തു വരികയാണ്. അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും തുടർ നടപടിയെന്നും പോലീസ് അറിയിച്ചു. KPCC അധ്യക്ഷനായി സണ്ണി ജോസഫ് ചുമതലയേറ്റു. KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ നടന്ന ചടങ്ങിലാണ് ചുമതലയേറ്റത്. ഒരു ടീം പാക്കേജ് വേണം എന്നതുകൊണ്ടാണ് ഹസനെ മാറ്റിയതെന്ന് KC വേണുഗോപാൽ പ്രതികരിച്ചു. എവിടെയൊക്കെ മാറ്റം വേണോ അതൊക്കെ വേഗത്തിൽ ചെയ്യാൻ സണ്ണിക്ക് പാർട്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടുത്ത സർക്കാർ UDF ആയിരിക്കുമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. തന്റെ കാലത്ത് നേട്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂവെന്നും കോട്ടങ്ങളില്ലെന്നും സ്ഥാനമൊഴിഞ്ഞ KPCC അധ്യക്ഷൻ K സുധാകരൻ. സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിലുള്ള KPCCയുടെ പുതിയ ഭാരവാഹികൾ ചുമതലയേൽക്കുന്ന ചടങ്ങിലാണ് സുധാകരൻ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞത്. താൻ അധ്യക്ഷനായിരുന്ന കാലയളവിൽ നടന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും മികച്ച വിജയം നേടാൻ സാധിച്ചിരുന്നുവെന്നും തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകളിൽ മികച്ച വിജയം ഉണ്ടാക്കാൻ കഴിഞ്ഞുവെന്നും സുധാകരൻ പറഞ്ഞു. പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞത് ഒരു പ്രശ്നമല്ലെന്നും പ്രവർത്തകരാണ് തന്റെ കരുത്തെന്നും CPM-നെതിരെ ഒരു പടക്കുതിരയായി ഞാൻ ഉണ്ടാകുമെന്നും K സുധാകരൻ പറഞ്ഞു. താൻ ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ മാത്രം പ്രതിനിധിയല്ലെന്ന് നിയുക്ത KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. സമൂഹത്തിലെ എല്ലാ വിഭാഗം നേതാക്കളുമായും സംസാരിക്കുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. കേരളത്തിൽ കോൺഗ്രസ് ഒറ്റക്കെട്ടാണ്. പ്രഖ്യാപനം വരും മുൻപ് തന്നെ K സുധാകരനെ കണ്ടിരുന്നു. സുധാകരനുമായുള്ളത് സഹോദര ബന്ധമാണ്. ചെന്നിത്തല വിജയിച്ച പ്രതിപക്ഷ നേതാവ് തന്നെയാണെന്നും സണ്ണി ജോസഫ് ചൂണ്ടിക്കാട്ടി. പുതിയ KPCC പ്രസിഡന്റായി സണ്ണി ജോസഫ് അധികാരമേൽക്കുന്ന ചടങ്ങിൽ അഭിനന്ദനത്തിനൊപ്പം സ്വയം വിമർശനവും ട്രോളുമായി K മുരളീധരൻ. വടകരയിൽ കാലുകുത്തിയപ്പോൾ ഷാഫി പറമ്പിലിന്റെ ഗ്രാഫ് മുകളിലേക്ക് പോയെന്നും താൻ തൃശൂരിലേക്ക് മാറിയപ്പോൾ ഗ്രാഫ് താഴെ പോയെന്നും മുരളീധരൻ പറഞ്ഞു. തൃശൂരിൽ ഉണ്ടായിരുന്ന പ്രതാപന്റെ ഗ്രാഫും താഴെ പോയെന്നും അദ്ദേഹം പറഞ്ഞു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണം കാണാതെ പോയതിൽ ക്ഷേത്ര ജീവനക്കാർക്കിടയിലെ ചേരിപ്പോരുണ്ടോ എന്ന് സംശയം. ക്ഷേത്ര ജീവനക്കാരെയും സ്വർണ്ണപ്പണിക്കാരെയും ഇന്നും വീണ്ടും ചോദ്യം ചെയ്യും. ക്ഷേത്ര ജീവനക്കാർക്കിടയിലെ പടലപ്പിണക്കവും സ്വർണം ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ലാഘവത്തോടെ കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ചും പോലീസ് വിശദമായ റിപ്പോർട്ട് സർക്കാരിന് നൽകും. കാലവർഷം എത്താനിരിക്കെ കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴ സജീവമാകുന്നു. ഇന്നു മുതൽ 4 ദിവസം കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഈ മാസം 15-ാം തീയതി വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വനാതിർത്തികളിൽ വന്യജീവികളുടെ സാന്നിധ്യം അറിയാൻ ഏർലി വാർണിംഗ് സിസ്റ്റവുമായി പാലക്കാട് ഡിവിഷൻ. ഒലവക്കോട്, വാളയാർ റേഞ്ച് പരിധികളിലെ പരുത്തിപ്പാറ, മായാപുരം എന്നിവിടങ്ങളിലാണ് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത്. കാട്ടാനയുടെയോ പുലിയുടെയോ മറ്റേത് വന്യജീവികളുടെയോ നിഴൽവെട്ടം കണ്ടാൽ മതി ഏർലി വാർണിംഗ് സിസ്റ്റത്തിൽ വിവരമെത്തും. അത്യാധുനിക തെർമൽ ക്യാമറകളും നൈറ്റ് വിഷൻ ക്യാമറകളും ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യയാണ് ഏർലി വാർണിംഗ് സിസ്റ്റം. Let's make this unforgettable.
every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും. അതാണ് KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ, മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വച്ചും പണം പിൻവലിക്കൂ. പരമാവധി 50 ലക്ഷം രൂപ വരെ അതിവേഗ പ്രോസസിംഗ്, 24/7 സേവനം. ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട, സമയവും നോക്കേണ്ട. KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്. വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് നല്ല കാര്യമാണെന്നും എന്നാൽ പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കാൻ കേന്ദ്രം ഇതുവരെ തയ്യാറായിട്ടില്ലെന്നും ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞു. അവഹേളനത്തിന് തുല്യമായ പരാമർശങ്ങളാണ് അമേരിക്കൻ സർക്കാരിൽ നിന്ന് ഉണ്ടാകുന്നത്. ഇത് അംഗീകരിക്കാൻ കഴിയില്ല. വിക്രം മിശ്രയ്ക്ക് നേരെ വരെ സൈബർ ആക്രമണം നടത്തുകയാണെന്നും ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞു. വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഒരുപാട് പുകമറയുണ്ട്. പ്രധാനമന്ത്രി രാഷ്ട്രീയ പാർട്ടികളെ വിളിച്ച് സംസാരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സംഘർഷത്തിനിടെ പാകിസ്ഥാന്റെ പിടിയിലായ BSF ജവാൻ പൂർണ്ണം ഷായുടെ മോചനത്തിൽ അവ്യക്തത തുടരുന്നു. വെടിനിർത്തൽ നിലവിൽ വന്നതിനെ പ്രതീക്ഷ കാണുകയാണ് ഷായുടെ കുടുംബം. എത്രയും പെട്ടെന്ന് മോചനം സാധ്യമാക്കണമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടു. ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ സർജിക്കൽ സ്ട്രൈക്കിന് പിന്നാലെ പാകിസ്ഥാൻ അതിർത്തി മേഖലയിൽ നടത്തിയ ആക്രമണ ശ്രമത്തിന്റെ പശ്ചാത്തലത്തിൽ അടച്ചിട്ട രാജ്യത്തെ വിമാനത്താവളങ്ങൾ തുറന്നു. അതിർത്തി സംസ്ഥാനങ്ങളിലെ 32 വിമാനത്താവളങ്ങൾ തുറക്കാനുള്ള സുപ്രധാന തീരുമാനമാണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ എടുത്തത്. ജമ്മു കാശ്മീരിലെ ഉധംപൂരിൽ പാകിസ്ഥാന്റെ ഡ്രോൺ ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച സൈനികർ സുരേന്ദ്രകുമാർ മൊഗയ്ക്ക് നാട് യാത്രാമൊഴിയേകി. ശത്രുക്കളെ നേരിടുന്നതിനിടെയാണ് തന്റെ അച്ഛൻ രാജ്യത്തിനായി വീരമൃത്യു വരിച്ചതെന്നും വലുതാകുമ്പോൾ താനും സൈന്യത്തിൽ ചേരുമെന്നും അച്ഛന്റെ മരണത്തിന് താൻ എണ്ണി പകരം ചോദിക്കുമെന്നും 11 വയസ്സുകാരിയായ മകൾ വാർത്തിക പറഞ്ഞു. ചൂതാട്ടവുമായി ബന്ധമുണ്ടെന്ന ആശങ്കയെ തുടർന്ന് അഫ്ഗാനിസ്ഥാനിൽ ചെസ് കളിക്കുന്നത് വിലക്കി താലിബാൻ സർക്കാർ. അഫ്ഗാനിസ്ഥാനിലെ എല്ലാ കായിക പരിപാടികളും നിയന്ത്രിക്കുന്ന താലിബാന്റെ കായിക ഡയറക്ടറേറ്റാണ് ഈ നടപടി സ്വീകരിച്ചത്. ശരീഅത്ത് നിയമപ്രകാരം ചെസ്സിനെ ചൂതാട്ടമായി കണക്കാക്കുന്നുവെന്നും താലിബാൻ ഈ നിയമം കർശനമായി പാലിക്കുന്നുണ്ടെന്നും സർക്കാർ കായിക വകുപ്പ് വക്താവ് അത്താൽ മഷാനി പറഞ്ഞു. ടിബറ്റിൽ റിക്ടർ സ്കെയിലിൽ 5.7 മാഗ്നിറ്റ്യൂഡ് തീവ്രത വരുന്ന ഭൂചലനം. ഇന്ന് ഇന്ത്യൻ സമയം പുലർച്ചെ 2:41 ഭൂചലനം അനുഭവപ്പെട്ടത്. ടിബറ്റിലാകെ ചലനം അനുഭവപ്പെട്ടപ്പോൾ നാശനഷ്ടങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഖത്തർ രാജകുടുംബത്തിന്റെ സമ്മാനം. ആഡംബര ബോയിങ് 747-8 ജംബോ ജെറ്റ് വിമാനമാണ് സമ്മാനമായി നൽകുന്നതെന്നാണ് വിവരങ്ങൾ. ഇത് ട്രംപ് ഭരണകൂടം സ്വീകരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഏപ്രിൽ 22-ന് 26 വിനോദസഞ്ചാരികളുടെ ജീവൻ അപഹരിച്ച ഭീകരാക്രമണത്തിന് 2 മാസം മുൻപ് പ്രദേശത്തിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾക്ക് ആവശ്യക്കാരേറിയിരുന്നതായി റിപ്പോർട്ട്. അമേരിക്കൻ സാറ്റലൈറ്റ് കമ്പനിയായ മാക്സാർ ടെക്നോളജീസിൽ നിന്ന് ഈ ചിത്രങ്ങൾ ആരാണ് വൻ വില കൊടുത്തു വാങ്ങിയതെന്നും ഇവയ്ക്ക് ഭീകരാക്രമണവുമായി ബന്ധമുണ്ടോ എന്നും ഇപ്പോൾ വ്യക്തമില്ലെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. കുവൈത്തിലെ പള്ളികളിൽ സംഭാവനകൾ സ്വീകരിക്കുന്നത് നിരോധിച്ചു. ഇസ്ലാമിക മന്ത്രാലയത്തിന്റെ മോസ്ക് വിഭാഗം അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി എഞ്ചിനീയർ ബദർ തുർക്കി അൽ ഒതൈബിയാണ് ഇതു സംബന്ധിച്ച സർക്കുലർ പുറത്തിറക്കിയത്. പള്ളികളിലെ മതപരമായ സ്ഥാനങ്ങൾ വഹിക്കുന്നവർ സാമൂഹിക കാര്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക ബഹുമതിയും മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക അംഗീകാരവുമില്ലാതെ ഒരു സ്ഥാപനത്തെയും വ്യക്തിയെയും പള്ളിക്കുള്ളിൽ സംഭാവനകൾ ശേഖരിക്കാൻ അനുവദിക്കരുതെന്ന് സർക്കുലറിൽ വ്യക്തമാക്കി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഗൾഫ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സൗദി അറേബ്യ, ഖത്തർ, UAE എന്നിവിടങ്ങളാണ് ട്രംപ് സന്ദർശിക്കുക. അധികാരത്തിൽ തിരിച്ചെത്തിയ ശേഷമുള്ള ട്രംപിന്റെ ആദ്യ വിദേശ പര്യടനമായിരിക്കും ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള യാത്ര. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾക്ക് അയവ് വന്നതോടെ ഇന്ത്യൻ ഓഹരി വിപണി ഇന്നത്തെ ആദ്യ വ്യാപാരത്തിൽ കുത്തനെ ഉയർന്നു. സെൻസെക്സ് 2000 പോയിന്റിലധികം ഉയർന്നു. നിഫ്റ്റി 24,600 കടന്നതോടെ നിക്ഷേപകരുടെ പ്രതീക്ഷയും ഉയർന്നിട്ടുണ്ട്. ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ താരം വിരാട് കോഹ്ലി. ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെയാണ് കോഹ്ലി ടെസ്റ്റിൽ നിന്ന് വിരമിക്കുന്ന കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. 2 ആഴ്ച മുൻപാണ് കോഹ്ലി ടെസ്റ്റിൽ നിന്ന് വിരമിക്കാനുള്ള സന്നദ്ധത BCCIയെ അറിയിച്ചത്. ഈ വിട്ടുനിൽക്കൽ എനിക്ക് എളുപ്പമുള്ള ഒന്നല്ല, പക്ഷേ അത് ശരിയാണെന്ന് തോന്നുന്നു. എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ നൽകി. ഞാൻ പ്രതീക്ഷിച്ചതിലും കൂടുതൽ അത് എനിക്ക് തിരികെ നൽകുകയും ചെയ്തുവെന്ന് കോഹ്ലി ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു.
മുൻ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയ്ക്ക് പിന്നാലെയാണ് കോഹ്ലിയും ടെസ്റ്റ് ക്രിക്കറ്റിന്റെ പടിയിറങ്ങുന്നത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.